ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ മീൻകറിയിൽ നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ചെടുക്കുന്ന ഈ മീൻകറി ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 2 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് നെടുകെ കീറിയത്, കുറച്ച് കറിവേപ്പില, 6-7 ചുവന്നുള്ളി ചതച്ചെടുത്തത്, ഒരു 4-5 വെളുത്തുള്ളി, അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി, അത് രണ്ടുമൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുക്കണം. സവാളയൊന്ന് ചെറുതായിട്ട് വാടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മിനിറ്റ് കൂടിയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴേക്കും തക്കാളിയൊക്കെ ഒന്ന് കുക്കായി കിട്ടും. അപ്പോൾ തക്കാളി ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. പൊടികളൊക്കെ നന്നായി വഴറ്റി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് 2 കുടംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. കുറച്ച് സമയം ഇട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വറ്റയാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മീനൊക്കെ ഇട്ടതിന് ശേഷം ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ടൊക്കെ തിളച്ച് ഒന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ വറ്റി വരും.
അപ്പോൾ ഈ സമയത്ത് നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി ചേർത്ത് അതൊന്ന് പയ്യെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മീൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കരുത്, മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉലുവാപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ 1-2 മിനിറ്റ് കൂടി ഇതുപോലെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ മീൻ കറി തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് മീൻ കറി തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.